എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് വരും. വാവ്, ഈ മത്സരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, സോ എനിക്കും ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോ അവരോട് റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ ചുറ്റുമുള്ളവരുമാണെങ്കിൽ വണ്ടറടിച്ച് ലൂഫിയെ തന്നെ നോക്കുകയാണ്. ആ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ വണ്ടറടിച്ച്, നീയാണോ ഫൈറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോണേ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിനക്കറിയോ? വലിയ വലിയ ലെജൻഡറി ആൾക്കാരൊക്കെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പോലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്നെപ്പോലൊരു ചെറിയ ചെക്കന് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ ലൂഫിയെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, തീർച്ചയായിട്ടും എനിക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ, എനിക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ഇട്ട് കൊടുക്കും. ഫ്രാങ്കി ലൂഫിയെ പിടിച്ചു വലിച്ച് സീക്രട്ട് ആയിട്ട് പറയും, ഒരു കാരണവശാലും നിന്റെ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, നീ സ്ട്രോ ഹാർ ലൂഫി ആണെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ലൂഫി ആണെങ്കിൽ അതിനൊക്കെ പറയും. ലൂഫി ആണെങ്കിൽ അവന്റെ പേര് ലൂസി എന്ന് മാറ്റി എഴുതി ഇപ്പൊ അകത്തേക്ക് കയറി പോവാണ്. ഇനി ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. ആങ്കി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ലൂഫി അവനൊക്കെ പറഞ്ഞ് എന്തൊക്കെ സംഭവിച്ചാലും എയ്സിന്റെ പവറുള്ള ഡബിൾ ഫ്രൂട്ട് അത് ഞാൻ നേടിയെടുക്കുമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്. ഫ്രാങ്കി ആണെങ്കിൽ തിരിഞ്ഞു പോകുന്ന സമയമായിരിക്കും ആ ഒരു ഡോൾ സോൾജിയറിനെ കാണുക. ഫ്രാങ്കി അവനോട് ചോദിക്കും, നിനക്ക് ഈ ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിൽ പെട്ട ആരെങ്കിലും അറിയോ? അവനാണെങ്കിൽ ഷോക്കായിട്ട്, എന്ത് ഡോഫ്ലമിംഗോയോ? അവന്റെ ചോദ്യവും ആക്ഷനും ഒക്കെ കണ്ട് ഞെട്ടി ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ വാ പൊത്തിപ്പിടിക്കുകയാണ്. നീ വാ അടച്ചു വെക്ക്, നിനക്കറിയാമെങ്കിൽ മാത്രം അറിയാമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നിനക്ക് ആ സ്മൈൽ ഫാക്ടറി അതെവിടെയാണെന്ന് അറിയോ? അതിനും അവൻ ഷോക്കായിട്ട് നിലവിളിക്കും. അവന്റെ വാ ആണെങ്കിൽ ഫ്രാങ്കി രണ്ട് കൈ ഉപയോഗിച്ച് അങ്ങനെ അമർത്തി പിടിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ വയലറ്റ് പെണ്ണ്, അവളാണെങ്കിൽ ചാഞ്ചി ഉണ്ടാക്കി കൊടുത്ത അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഏമ്പക്കൊക്കെ വിട്ട് പുറത്തേക്ക് വരികയാണ്. താങ്ക് യു വെരി മച്ച്, നീ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ചെക്കനാണെങ്കിൽ ഇപ്പൊ അനുരാഗ ലോചനായിട്ട് അവളെ തന്നെ നോക്കുകയാണ്. അവന്റെ കണ്ണുകളിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു പുറകില് ആ സോൾജിയേഴ്സ് അവളെ തേടി വരുന്നതായിട്ട് കാണാം. അവളുടനെ സാഞ്ചിയുടെ കൈ പിടിച്ച് അവിടുന്ന് ഓടാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ അങ്ങനെ ഫ്രീസ് ആയിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളാണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ഓടുകയാണ്. അവനാണെങ്കിൽ ഇപ്പോ വയലറ്റിന്റെയും അവന്റെയും കല്യാണമൊക്കെ ഇമാജിൻ ചെയ്ത് അവളുടെ പിന്നാലെ പോവാണ്. അതിനുശേഷം അവൾ വീണ്ടും ഇപ്പോ സാഞ്ചിയോട് പറയും, എന്തു പറ്റി, നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരാൻ തീരെ ഇഷ്ടമില്ലേ? അതിനവൻ പറയും, എനിക്ക് 100 വട്ടം ഇഷ്ടമാണ്, നീ എൻ്റെ സ്വത്ത് കുട്ടിയാണെന്ന് പറഞ്ഞ് അവളെയും പിടിച്ചു വലിച്ച് ഇപ്പൊ അവർ രണ്ടുപേരും ഓടും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവനെ ആ പെണ്ണാണെങ്കിൽ മത്സരാർത്ഥികൾ അവർ റെഡി ആവുന്ന ഒരു വലിയ ഹാളിലേക്ക് കൊണ്ടുവരും. അവിടെയാണെങ്കിൽ കുറെ ജിമ്മന്മാര് അവരാണെങ്കിൽ വാമപ്പൊക്കെ എടുത്ത് അങ്ങനെ മത്സരിക്കാൻ തയ്യാറാവും. എല്ലാവരുടെ ലക്ഷ്യം ആ ഡബിൾ ഫ്രൂട്ടാണ്. ലൂഫിക്കാണെങ്കിൽ അവരെ കണ്ട് അവന്റെ ആവേശം കൂടി വരും. ഇന്നൊരു അടിപൊളി ദിവസമാണ്, ഞാൻ ശരിക്കും ഇടിച്ച് ഇവരെ എല്ലാവരെയും സൂപ്പാക്കുന്നു പറഞ്ഞ് നമ്മുടെ ചെക്കൻ ചാടി നിൽക്കും. അവരോരോരുത്തരും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പ്രാക്ടീസാണ്. ലൂഫിക്കാണെങ്കിൽ കുറച്ച് അസൂയയാവും, എനിക്കും ഇതുപോലെ എന്തെങ്കിലും ആയുധം വേണമെന്ന് പറഞ്ഞ് അവരെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും അവരെല്ലാവരും ഇപ്പൊ ലൂഫിയെ ശ്രദ്ധിക്കുക. ഇവൻ എവിടുന്ന് വന്നടാൻ ചിന്തിച്ച് അവർ ലൂഫിയെ നോക്കും. അപ്പൊ വലിയൊരു ഗ്ലാഡിയേറ്റർ അവൻ ലൂഫിയുടെ മുൻപിലേക്ക് വരികയാണ്. ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം അവൻ ഈ ഒരു മത്സരത്തിൽ ജയിച്ചിട്ടുണ്ട്. അവൻ ലൂഫിയെ കളിയാക്കും, നിന്നെ പോലുള്ള പൊടി പയ്യന്മാർക്കൊന്നും ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ടാവില്ല. സോ ഇവിടെ വെച്ച് തന്നെ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. നിന്റെ മോന്ത കാണുമ്പോൾ തന്നെ അറിയാം അത് മുഴുവൻ ഫേക്ക് താടിയും ഫേക്ക് മീശയാണെന്ന് പറഞ്ഞ് അവൻ അറിഞ്ചം പുറഞ്ചം ലൂഫി ഇടിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ നൈസായിട്ട് അവന്റെ ഓരോ പഞ്ചിൽ നിന്നും രക്ഷപ്പെടും. അതിനുശേഷം അവന്റെ കൈ പിടിച്ച് കറക്കി നിലത്ത് വലിച്ചടിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായി ലൂഫിയെ തന്നെ നോക്കും. ലൂഫി ഇപ്പൊ അടിച്ചു തകർത്തത് ഒരു പ്രധാനപ്പെട്ട ഗ്ലാഡിയേറ്ററിനെയാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചെക്കൻ, ഹൈ ഫ്രണ്ട്സ്, നൈസ് ടു മീറ്റ് യു എന്ന് പറയും. ഉടനെ ഗെയിം ഓർഗനൈസേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരും. നീ ഇപ്പൊ തന്നെ ഈ ഗെയിമിൽ നിന്ന് പുറത്തു പോകണം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നീ ഫൈറ്റ് ചെയ്തു, അതാണ് നിന്റെ മേലുള്ള തെറ്റ്. ഇവിടെ ആവശ്യം നല്ല ഫൈറ്റേഴ്സിനെയാണ്, അല്ലാതെ റൗഡുകളെ അല്ല. അത് കേട്ട് ഒരു വെള്ളത്താടി അപ്പൂപ്പൻ ആളൊരു ആക്സ് എടുത്ത് അവർക്ക് നേരെ വലിച്ചെറിയും. ലൂസി അല്ല ഫൈറ്റ് ഇട്ടത്, ആ കാണുന്ന ഗ്ലാഡിയേറ്റർ ആണ്. അവനാണ് ആദ്യം ലൂസിയെ അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് അവൻ ആ ഗ്ലാഡിയേറ്ററിനെ തിരികെ അടിച്ചത്. അത് കേട്ട് ബാക്കിയുള്ളവരും പറയും, അതെ, ലൂസിയുടെ മേലെ അല്ല തെറ്റ് ചെയ്തത് ആ ഗ്ലാഡിയേറ്റർ ആണ്. അതിന് ഓർഗനൈസേഴ്സ് സ്പോട്ടിൽ തന്നെ ആ ഗ്ലാഡിയേറ്ററിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ആ ജയന്റ് മനുഷ്യന്റെ ആക്സ് പൊക്കിയെടുത്ത് ആൾക്ക് കൊണ്ടുപോയി കൊടുക്കും. താങ്ക് യു വെരി മച്ച്, നിങ്ങൾ സഹായിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോ വീണ്ടും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്ന് ലൂഫി പറയും.
അതിനാൽ ടെൻഷനാവും. ഞങ്ങൾക്ക് നിന്റെ താങ്ക്സ് ഒന്നും വേണ്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് കടന്നു പോവാൻ പറയും. അതിനുശേഷം വീണ്ടും മത്സരാർത്ഥികൾ തമ്മിൽ ഇപ്പൊ 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ഡഗമാന്ന് പേരുള്ള ഒരുത്തൻ ഇപ്പൊ ഒരു കിങ്ങുമായിട്ട് കൂട്ടുചേർന്ന് ഫൈറ്റിനു വേണ്ടി പല കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അത് പോയിന്റ് ചെയ്ത വേറെ ആൾക്കാർ അവരെ ചോദ്യം ചെയ്യും. അതിനവര് പറയും ഞങ്ങൾ കൂട്ടുചേർന്നാലും ഇല്ലെങ്കിലും ഫൈറ്റ് ചെയ്യേണ്ടത് എല്ലാവരും ഒറ്റയ്ക്കാണ്. സോ ഇതിനൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും. അതിനുശേഷം മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ഓരോരുത്തരായിട്ട് കാണിക്കുകയാണ്. ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിലുള്ളവരെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കും. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ പവർ. ആ കപ്പട മീശക്കാരൻ ഡഗമ അവൻ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്ലാനിങ് ഉണ്ടാവണം. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ദാ കാണുന്ന ഫസ്റ്റ് പ്രൈസ് ഡബിൾ ഫ്രൂട്ട് അത് സ്വന്തമാക്കാൻ കഴിയൂ. അതാർക്ക് സ്വന്തമാക്കാൻ കഴിയും എന്ന് ഈ മത്സരത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവർ കാത്തിരുന്ന ഫൈറ്റ് അത് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് ബ്ലോക്ക് ഫൈറ്റ് ആണ്. 4 ബ്ലോക്കായിട്ട് തിരിച്ച് അവരെ കൊണ്ട് പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിക്കും. അതിൽ സി ബ്ലോക്കിലാണ് നമ്മുടെ ലൂഫി ഉള്ളത്. ടോട്ടലായിട്ട് 550 പേരാണ് മത്സരിക്കാൻ അവിടെ എത്തിയിരിക്കുന്നത്. അതിൽ ഫൈനൽ കടക്കാൻ കഴിയുന്നത് 4 പേർക്ക് മാത്രം. ഫൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ ചിലര് പരസ്പരം വെല്ലുവിളിക്കാനൊക്കെ തുടങ്ങും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഓർഗനൈസേഴ്സിനോട് ഫൈറ്റിന് മുൻപിൽ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ ചോദിക്കും. ഇവിടെ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. മത്സരം അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങുന്നതാണ്. മത്സരം തുടങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ ധരിപ്പിക്കാനായിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് മത്സരം അതൊരു ഗ്രൂപ്പ് കോമ്പറ്റീഷനാണ്. ആകെയുള്ള ടോട്ടൽ കണ്ടസ്റ്റൻസിനെ അവരെ 4 പിരിച്ച് ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യിപ്പിക്കും. അവർക്കായിട്ട് ചില ഓപ്പണൻസ് അവിടെ അണിനിരന്നിട്ടുണ്ട്. അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവസാനം ആരൊക്കെ ബാക്കിയാവുന്നോ അവരായിരിക്കും ഫൈനലിലേക്ക് കടക്കുക. ചിലർക്ക് ഈ ഫൈറ്റിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടമാവാം. ചിലര് ആ വെള്ളത്തിലേക്ക് വീണ് വലിയ മോൺസ്റ്റർ ഫിഷുകൾക്ക് ഇരയാവാം. നിങ്ങൾ എല്ലാവരും ഈ മത്സരം കാണാൻ തയ്യാറല്ലേ? അത് കേട്ട് ജനങ്ങളാണെങ്കിൽ ആരവം മുഴക്കും. ആങ്കർ ആണെങ്കിൽ വീണ്ടും പറയും ഇതാ ഇവിടേക്ക് 137 കോമ്പറ്റീറ്റേഴ്സ് അവരാദ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ബെല്ല് റിങ് ചെയ്യും. അടുത്ത നിമിഷം ആദ്യത്തെ കോമ്പറ്റീറ്റേഴ്സ് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി ആണെങ്കിൽ ആയുധങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ റൂമിലേക്ക് വരും. അവൻ ഇഷ്ടപ്പെട്ടൊരു ആയുധം ഇപ്പൊ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ലോങ് ഷോട്ടിൽ നിന്ന് ഏതോ ഒരുത്തൻ അവനങ്ങനെ സ്റ്റൈലായിട്ട് കടന്നു വരും. അവന്റെ സ്റ്റൈലിലും ഭംഗിയിലൊക്കെ മയങ്ങി ഒരുപാട് പെൺകുട്ടികൾ കറങ്ങി താഴെ വീഴാണ്. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ലൂഫിയുടെ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിക്കും. ഓ നിന്റെ ഗെറ്റപ്പ് വളരെ മനോഹരമായിട്ടുണ്ട് നിന്നെ കാണാനെന്ന് പറയും. അപ്പൊ ക്യാമറ ടേൺ ചെയ്ത് നമ്മുടെ ചെക്കനെ കാണിക്കും. അവൻ കയ്യിൽ കിട്ടിയതും കണ്ണിൽ കണ്ടതുമായ എല്ലാ സാധനങ്ങളും പെറുക്കി അവന്റെ ഓരോ ഭാഗത്തും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നീ എന്തൊക്കെ വേഷം കെട്ടിയിട്ടും കാര്യമില്ല, ആ ഒരു ടേബിൾ ഫ്രൂട്ട് അതെനിക്കാണെന്ന് പറഞ്ഞ് കാവൻഡിഷ് അവൻ വമ്പം പോസിൽ ലൂഫിയുടെ മുൻപിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.